ജനിച്ചു വളർന്ന മണ്ണിൽ ദ്വീപിൽ ഒരെണ്ണം, അദ്ദേഹം ജോലി ചെയ്ത ഒരു സ്ഥലത്ത്, എവിടെ 2 സ്ഥലത്ത് എന്തായാലും വെക്കണമല്ലോ. അതെ അതെ, നോക്കട്ടെ. ഇപ്പൊ 2 സ്ഥലം എന്ന് പറയുമ്പോൾ തന്നെ ചെലവും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. കളക്ടറെ പൈസ കൊണ്ടല്ലോ. അങ്ങനെയല്ലേ, അത് വെച്ചുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ പാവപ്പെട്ട ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റും? എന്തുകൊണ്ട് അത് ചിന്തിക്കുന്നില്ല? ഞാൻ ചിന്തിച്ചത് അതാണ്. കാരണം നമുക്ക് ഒത്തിരി ആൾക്കാർക്ക്, നമ്മൾ ദ്വീപിൽ നിന്ന് തന്നെ ഇവാക്വേഷൻ ചെയ്ത് വരുന്ന ആൾക്കാർ ഒത്തിരി പേര് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അതല്ലേ കൂടുതൽ, നമ്മൾ എന്തിനാണ് ഇതൊക്കെ സമ്പാദിക്കുന്നത്? അല്ലെങ്കിൽ നമ്മളുടെ കുറച്ച് കാലമാണ് നമ്മൾ ഈ ഭൂമിയിലുള്ളത്. ആ കുറച്ച് കാലം നമുക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണം. നമ്മളിഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല എന്ന് വെക്കുന്നതല്ല, ഇതൊന്നും ഇല്ലാതെ, ആരോടും ഷെയർ ചെയ്യാനില്ലാതെ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് ആരും ഇല്ലാതിരിക്കുന്നു. അപ്പം ആ ആളുകളെ നമുക്ക് സഹായിക്കാൻ ഉപയോഗിച്ചൂടെ ഇതൊക്കെ? അത് ശരിയാണ്. മനസ്സ് നല്ലതാണ്. മനസ്സ് അങ്ങനെ ഒരു മനസ്സ്, ഒരു ചിന്താഗതി ഉള്ളതാണ് ഐഷയുടെ വളർച്ചയും. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. എങ്കിലും ഞാൻ ചോദിച്ചെന്നുള്ളൂ, ഇത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്നു ഐഷയെ. എനിക്കൊന്നു കേരള സർക്കാർ ഒന്നടങ്കം സ്നേഹിച്ചു അല്ലേ? കേരള സർക്കാർ പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ പിണറായി സാർ എന്നെ നേരിട്ട് അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. സാറിനെ ഞാൻ പോയി കണ്ടിട്ടുണ്ട്. സാർ എനിക്ക് എന്ത് സഹായം ചെയ്തു തരാൻ തയ്യാറായിരുന്ന ഒരു വ്യക്തിയാണ്. ഒരിക്കലും മറക്കാൻ പറ്റില്ല, വന്ന വഴി ഒരിക്കലും മറക്കാൻ പറ്റില്ല. എല്ലാ MP മാരും, അത് CPM ആയിക്കോട്ടെ, CPIM ആയിക്കോട്ടെ, അതേപോലെ കോൺഗ്രസ് ആയിക്കോട്ടെ, എല്ലാ MP മാരും ഞങ്ങളുടെ ഒപ്പം, എൻ്റെ പ്രശ്നങ്ങൾക്കൊപ്പം ഒക്കെ നിന്ന ആൾക്കാരാണ്. അപ്പം പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ഇളമരം കരീം സാറൊക്കെ എൻ്റെ ഒപ്പം ഒരുപാട് കാര്യങ്ങൾക്ക് എന്നെ സഹായിച്ചിട്ടുള്ളൊരു സാറാണ് ഇളമരം കരീം സാർ. ലക്ഷദ്വീപിൻ്റെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അപ്പം തന്നെ സാറിനെ അറിയിക്കുമ്പോൾ സാർ അപ്പം തന്നെ അത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി തന്ന വ്യക്തിയാണ് ഇളമരം കരീം. അങ്ങനെ തന്നെ ഒരുപാട് അന്നത്തെ ആളുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ വന്ന വഴിയിൽ എനിക്ക് സർക്കാർ എന്ന് പറയുന്നത് എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നെ മാത്രമല്ല, എന്നെ സപ്പോർട്ട് ചെയ്യാമെന്ന് ഉദ്ദേശിച്ചത് ലക്ഷദ്വീപിനെയാണ്. അപ്പോൾ ലക്ഷദ്വീപിനെ അതിയായി സ്നേഹിക്കുന്ന ഒരു ജനതയാണ് കേരള ജനത ലക്ഷദ്വീപിനെ ചേർത്ത് പിടിച്ചത് കണ്ടിട്ടുണ്ടല്ലോ. വേറെ സ്റ്റേറ്റുകാർ ചിലപ്പോൾ അസൂയായിരുന്നു. അങ്ങനെയായിരുന്നു. അതേപോലെ എടുത്തു പറയാനാണെങ്കിൽ മീഡിയക്കാരാണ്. അന്ന് മീഡിയക്കാർ ഇല്ലായിരുന്നെങ്കിൽ ലക്ഷദ്വീപിലെ ഈ പ്രശ്നം ആരിലും എത്തില്ലായിരുന്നു. റിപ്പോർട്ടറിൽ നികേഷ് സാറ് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തതുപോലെ അതൊന്നും പറയാൻ പറ്റില്ലേക്ക. കാരണം എന്തുണ്ടെങ്കിലും എനിക്കൊരു ബ്രദറിനെ പോലെ വിളിക്കാൻ പറ്റുന്ന നികേഷ് സാറും അലീക്കയൊക്കെ ഇന്നും എൻ്റെ ഒക്കെ ഫേവറേറ്റ് ഇതിലിട്ടിരിക്കുന്ന ഒരാളാണ്. എല്ലാവരും, ഷാമിലായിക്കോട്ടെ, ഇവരൊക്കെ ഒരുപാട് ആളുകളുടെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഒരുപാട് പേരുണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത്. ഓരോ ചാനലും ആശ ചേച്ചി, മനോരമയിൽ ആശ ചേച്ചി ആയാലും, ഏഷ്യാനെറ്റിൽ ഷാമില്, റിപ്പോർട്ടറിൽ നികേഷ് സാർ, ഇങ്ങനെ ഒരുപാട് പേര് നമ്മളെ ലൈഫിൽ അന്ന് ഏത് രാത്രിയും വിളിക്കുമ്പോൾ ഓടി വന്ന് ആ കാര്യങ്ങളൊക്കെ കവർ ചെയ്ത് എല്ലാം കാണിക്കാൻ കഴിച്ചു. അതൊക്കെ ഭയങ്കരമായിട്ട് എന്നും എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് വിളിച്ചാൽ ഇപ്പം ഈ ഏത് സമയത്ത് ഞാൻ ഇവിടെ വന്നിരിക്കാനുള്ള റീസൺ. അതെ, ഞാനത് ഐഷയുടെ ഒരു വിവാഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വീട്ടിലൊരു അംഗത്തിൻ്റെ വിവാഹം പോലെയാണ് ഞാൻ കാണുന്നത്. ഞാനൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. ഏത് കാര്യത്തിലും ഏത് സംഭവവും നമ്മൾ സംസാരിച്ച് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഐഷയുടെ വിവാഹം ഞാൻ ഒരു വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ അറിയുന്നു. അന്ന് തന്നെ ഞാൻ ഐഷയെ വിളിക്കുന്നത്, ഞാൻ കോഴിക്കോട് ഇരിക്കുമ്പോഴാണ് വിളിക്കുന്നത്. അന്ന് ഐഷയോട് സംസാരിക്കുന്നു. പിന്നീട് ഐഷ പറഞ്ഞു ഇതൊന്നും ആഘോഷമാക്കുന്നില്ല, ആരും കൊടുക്കില്ല. പിന്നീട് നോക്കുമ്പോൾ വാർത്തയിൽ അതാ ഞാൻ പറഞ്ഞത് വളരെ ജെനുവിനായിട്ട് ഇക്കാനോട് ഞാൻ പറഞ്ഞു, ഇത് വാർത്ത ആക്കണ്ട, ഇത് വാർത്തയിൽ പോകുന്ന ഒരു കാര്യമല്ല. കാരണം ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. ഇതിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ്. സംഖ്യകളാണ്. എനിക്ക് തോന്നുന്നു സംഖ്യകൾക്ക് ഇതെന്താണെന്നറിയോ, അവരൊരു ആയുധമാക്കി നോക്കുന്നതാണ്. അതായത് ഇപ്പോൾ അവർ വിചാരിക്കുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്നത് മുസ്ലിംസിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണെന്ന്. അപ്പം ഞങ്ങളെ തമ്മിൽ അടുപ്പിക്കാനുള്ളൊരു ടൂളായിട്ടാണ് അവരിപ്പോൾ ഇതിനെ യൂസ് ചെയ്യുന്നത്. അതായത് ഇവളിപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്ന ഒരു സംഖ്യയാണ്, ഇവളിപ്പോൾ സുഡാപ്പികളെ ചതിച്ചു, ഈ കമൻ്റല്ലേക്ക് കാണുന്നത്. ഈ കമൻ്റാണ് ഞാനും കണ്ടത്. അപ്പം ഞാൻ ആരെ ചതിച്ചു എന്നുള്ളത്, ചതിച്ചില്ല എന്നുള്ളത് മനസ്സിലാക്കുന്ന ഒരു മുസ്ലിം സമൂഹമാണ് ഇവിടെ ഉള്ളത്. അവരെ ഞാൻ ചതിക്കേണ്ട കാര്യമില്ല. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.